കവടിയാർ വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന ആഷിഖും മരണത്തിന് കീഴടങ്ങി. ഇന്ന് രാവിലെ 6:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വാഹനാപകടത്തിൽ ആഷിഖിന്റെ ഭാര്യ നൌഷിജയും മരിച്ചിരുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. ഒരു വാഹനം അന്ന് നിയന്ത്രണം വിട്ട് വന്ന് കുറേ വാഹനങ്ങളിലൊക്കെ ഇടിച്ച് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നത് സങ്കടകരമായ വാർത്തയാണ്. ദിൽന, ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ നൌഷിജയുടെ ഭർത്താവും അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ആഷിഖ് മരണത്തിന് കീഴടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെ മനു, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കവടിയാറിൽ 7 പേർക്ക് പരിക്കേറ്റ ഒരു അപകടമുണ്ടായത്. അതായത് ഒരു 4 വാഹനത്തിനും കാൽനട യാത്രക്കാരും അടക്കം 7 പേർക്ക് പരിക്കേറ്റ ഒരു വലിയ തരത്തിലുള്ള ഒരു വാഹന അപകടം തന്നെയായിരുന്നു സംഭവിച്ചത്. ഈ വാഹനം ഓടിച്ചയാൾക്ക് BP കുറഞ്ഞതാണ് കാരണമെന്ന് ഈ ഒരു വാഹനം നിയന്ത്രണം വിട്ട് വരാൻ കാരണം BP കുറഞ്ഞ് ദേഹാസ്വാസ്ഥ്യം വന്നതാണ് കാരണമെന്നൊരു പ്രാഥമിക നിഗമനവുമെല്ലാം അന്ന് വന്നിരുന്നു. അന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ, അതായത് ഈ ഇടിച്ച അപ്പോൾ തന്നെ മരണം സംഭവിച്ച നൌഷിജയുടെ ഭർത്താവ് ആഷിഖും ഇപ്പോൾ ഇന്ന് രാവിലെ മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ തരത്തിൽ ഗുരുതരമായ ഒരു പരിക്ക് തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിക്കുന്ന ഈ ആഷിഖ് 29-കാരനായ ആഷിഖ് മരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എന്താണ് ഇതിൽ എന്തോ മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ KC വേണുഗോപാലിൻ്റെ വീട്ടിലാണ്. വീട്ടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ജിബി മേത്തർ വന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാണ് ചെറുതായി നമ്മൾ ആ വാർത്തയിൽ നിന്നൊന്ന് മാറിപ്പോയ സ്ഥിതി. അതാണ് ആരാണ് വന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി. മനു, നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവർ പാലക്കാട് സ്വദേശികളാണ്. പാലക്കാട് സ്വദേശികളായിരുന്നു. വിവാഹം കഴിഞ്ഞ് അല്പനാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഭാര്യ നൌഷിജയ്ക്ക് ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരുവരും രാവിലെ എത്തിയതായിരുന്നു. ഇരുവരും രാവിലെ എത്തിയ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ആ കവടിയാർ ജംഗ്ഷനിലുള്ള നടപ്പാതയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചിരുന്നത്. അവിടേക്കാണ് ഈ ഒരു കാർ യാത്രക്കാരൻ ഓടിക്കയറിയത്, നിയന്ത്രണം വിട്ട് വന്നത്. ഇപ്പോഴിതേ ഭാര്യ അന്ന് തന്നെ മരിച്ചു. ഇപ്പോഴിതേ ഭർത്താവും മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. മനു, ഏറ്റവും ദുഃഖം നിറഞ്ഞ വാർത്തയാണ്. ഇപ്പോൾ ആഷിഖ് കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഏതായാലും വിവരങ്ങളാണ് ഇപ്പോൾ ദിൽന നമുക്ക് നൽകിയത്.